എന്നാ ടേസ്റ്റാമാളോ ഈ മീൻ കറിക്ക്? പിന്നെ അമ്മേനെ ഉണ്ടാക്കിയിട്ട് അമ്മേനെ പറഞ്ഞാൽ മതി കേട്ടോ. അമ്മ ഓണമായിട്ട് നമുക്ക് എങ്ങോട്ടേലും ട്രിപ്പ് പോവാ. എവിടെ പോകാനാ? പോകാനാണ് സ്ഥലമില്ലാത്ത. നീ അച്ഛനോട് ചോദിയില്ലേ, എന്തായാലും തിരുവോണം കഴിക്കും മതി. തിരുവോണം ആകെ 3 ദിവസമേ ഉള്ളൂ. പോന്നെങ്കിൽ തിരുവോണത്തിന്റെ അന്ന് പോയിട്ട് ചതയത്തിന്റെ അന്ന് പോയിട്ട് തിരിച്ചു വരാം. പിന്നെ 3 ദിവസം അച്ഛനിപ്പോ സമ്മതിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. ശരി ആട്ടെ. എന്തായാലും തിരുവോണത്തിന് പിള്ളേരുടെ പരിപാടി ഉള്ളതല്ലേ, അതിന് കൂടിയിട്ട് പോവാം. അപ്പൊ എവിടെ പോകാനാന്ന് തീരുമാനിച്ചോ? അത് നമുക്ക് കരിങ്ങാലിപ്പുഞ്ചയിലോ വയ്യാങ്കര ചെറയിലോ എവിടെയും പോവാം. തന്നെത്താനങ്ങ് പോയാ മതി. പിന്നെ എവിടെ പോകാനാ? അതിപ്പോ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അങ്ങനെ എത്ര സ്ഥലങ്ങളുണ്ട് കാണാൻ കൊള്ളാവുന്നേ. നീ ഒന്ന് പോയേ, അതിനൊക്കെ എത്ര രൂപ വേണം? തന്നെയല്ലേ എനിക്ക് ഇത്രയും ദൂരം ഒന്നും ഡ്രൈവ് ചെയ്തൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാ പിന്നെ നമുക്ക് ആരെങ്കിലും കൂടെ ഒക്കെ വിളിക്കാം. അപ്പൊ ഒരു ട്രാവലർ വിളിച്ച് പോവാല്ലോ, ഡ്രൈവിംഗ് ചെയ്യണ്ട. അതിന് പൈസ നീ കൊടുക്കൂ? അതൊന്നും വേണ്ട, നമുക്ക് കാറിൽ പോവാം. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത്രയും ദൂരം വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. വെറുതെ 3-4 ദിവസം അവധി, എന്തോ ഓണമാ. ഹലോ, സുധമാമി, രാജമാമിനോട് ഒന്ന് ചോദിക്കുവോ? നമുക്ക് ഓണം അടിച്ചു പൊളിച്ചിട്ട് വരാമായിരുന്നു. അവരോടുകൂടെ വിളിച്ചോ. ശരി മാമി, ദേ എനിക്കൊരു കോള് വരുന്നുണ്ടേ. സൗമ്യ ചോദിച്ചായിരുന്നോ? എല്ലാവരും വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ. നിനക്കൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. 2-3 ദിവസം കറങ്ങിയിട്ട് വരുമ്പോൾ രൂപ എത്ര ആവുമെന്നറിയാവോ? ഓണമൊക്കെ അങ്ങ് കഴിയും, കടം വാങ്ങിക്കേണ്ട ഞാനാ. പിന്നെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ടാ മതിയോ? കടം തീർന്നിട്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. മാളു, എല്ലാം ഓക്കെ ആയി. എന്തോന്ന്? സുധമാമി, രാജൻ ചിറ്റപ്പന്, സൗമ്യ, മനോഹരൻ ചേട്ടന്, മൊത്തം 26 പേര്. 26 പേരോ? 26 പേര്. വേഗം പോയി വണ്ടി ബുക്ക് ചെയ്യുന്നു. അവര് പൈസ തരുമോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല, എല്ലാം അണ്ണൻ സെറ്റാക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് തൃപ്തിയായല്ലോ.